അല്ലാ, എനിക്ക് 40 വയസ്സായി. എന്താണ് ഞാൻ 15 മുതൽ 40 വരെ 25 കൊല്ലം ചെയ്തത്? എനിക്ക് കണക്കുകൂട്ടി പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളത് എന്താണ്? മനസ്സമാധാനത്തിന് എന്തെങ്കിലും ഒന്നുണ്ടോ? നല്ലോണം ആലോചിച്ച് ഒന്നും ഞാൻ നേടിയിട്ടില്ലേ? എന്താണ് എനിക്ക് പറയാനുള്ളത്? കൃത്യമായി മുക്കല്ലഫായതിനു ശേഷം ഒരൊറ്റ നിസ്കാരവും ഖളാഅാക്കാതെ നിസ്കരിച്ച കണക്കുണ്ടോ? ഒരൊറ്റ ദിവസവും ഹദ്ദാദ് വിടാതെ ചൊല്ലിയതുണ്ടോ? ഖുർആനിന്റെ ബന്ധം വിടാതെ സൂക്ഷിച്ചതുണ്ടോ? ജുമുഅ നഷ്ടപ്പെടുത്താതെ കൊണ്ട് നടന്നതുണ്ടോ? സുഹൃത്തുക്കളെ പറ്റി ആലോചിക്കുമ്പോ പല കുറവും ഉണ്ടെങ്കിൽ 40 ശേഷം അല്ലാഹ് തരുന്ന ജീവിതമില്ലേ? അങ്ങോട്ട് ഡെപ്പോസിറ്റ് വെക്കാനാണ്. യുവത്വ കാലത്ത് പലതും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി അധ്വാനിച്ച് ചെയ്യട്ടെ. കൗമാര പ്രായം കഴിഞ്ഞു, യൗവനത്തിലേക്ക് പ്രവേശിച്ച കൂട്ടുകാരാ, കൂട്ടുകാരി, കൗമാര പ്രായത്തിൽ പലരും പല നന്മകളും ചെയ്തു വെക്കാറുണ്ട്. പക്ഷേ പലതിനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യൗവനം മുതലാക്കണം. യൗവനത്തിൽ കഴിയാത്തവർ അതിന്റെ ടൈം കഴിഞ്ഞു പോയാൽ അടുത്ത പ്രായത്തിൽ അത് മുതലാക്കണം എന്ന് ജനങ്ങളോട് പറയപ്പെട്ടാൽ അഅറദൂ എന്നാണ് അതിന്റെ ജവാബ്. അവരത് നെവർ മൈൻഡ് ആക്കി തള്ളിക്കളയും, പരിഗണിക്കൂല. ആളുകൾ എന്താ ചിന്തിക്കാന്നറിയോ? ദുനിയാവിൽ എത്ര കാലമുണ്ട്, നന്നായി ജീവിക്കാൻ ഇനിയും എത്ര പ്രായമാകാനുണ്ട്, ഇനിയും എത്ര ടൈം വരാനുണ്ട്. ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല. കാരണം എന്റെ വല്യുപ്പ മരിച്ചത് 80-ലാണ്. ബാപ്പാക്ക് ഇപ്പൊ വയസ്സോ, ബാപ്പാക്ക് വയസ്സ് കൂട്ടി നോക്കുമ്പോ 70 69 ആയി. അപ്പൊ എനിക്കൊരു 60 കിട്ടുമെന്നാണ് ചിന്ത. പൂതി വെക്കണ്ട. വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ആമിനാ വഖദ് നൂസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കളാണ്, യുവതികളാണ് യാതൊരു പ്രശ്നവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത്. ആരോഗ്യത്തോടെ രാവും പകലുമായി നടക്കുന്ന നമ്മുടെ കഫം കൂടെ തുന്നിച്ചേർത്ത് നെയ്ത് കഴിഞ്ഞു. വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ അലീലിൻ നാശ ദഹ്റൻ ഇലാ ദഹ്രി. എത്ര രോഗികളാണ് 2 നേരവും 3 നേരവും 4 നേരവും മരുന്ന് കഴിച്ച് വർഷങ്ങൾ അങ്ങനെ താണ്ടി മുന്നോട്ട് പോകുന്നത്. എത്ര ആരോഗ്യവാന്മാരാണ് ഒരു അസുഖവും ബാധിക്കാതെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നത്. ചിന്തിക്കേണ്ടതാണ്. ജീവിതത്തെ വിലയിരുത്തണം.